അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ? അല്ലാഹുവേ നിന്റെ കച്ചവടത്തിൽ ബറക്കത്ത് വേണോ? പറ സഹോദരാ, അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ. മഴയില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറ. കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് പറ. മക്കളില്ലാത്ത പെങ്ങള് അസ്തഗ്ഫിറുല്ലാഹ് പറമോള്. അല്ലാഹു നിനക്ക് മക്കളെ തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഡോക്ടർമാര് തരുന്ന കണ്ട ഗുളികകൾ മുഴുവനും കടിച്ചിട്ട് നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്താതെ പടച്ചവനെ നീ അസ്തഗ്ഫിറുല്ലാഹ് പറ. എന്നിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് പടച്ചവനോട് പറയണം, അല്ലാഹ് നിനക്ക് കഴിവുണ്ട് തമ്പുരാന്, എനിക്കൊരു മകനെ തരാൻ, ഒരു മകളെ തരാ. നിനക്ക് കഴിവുണ്ട് തമ്പുരാന്, നിനക്ക് മരുന്നിന്റെ ആവശ്യമില്ല തമ്പുരാന്. നീ ആരാണെന്നറിയുമോ? പച്ച മണ്ണിൽ നിന്ന് ആദം നബിയെ സൃഷ്ടിച്ചവനാണ്. വാപ്പയും ഉമ്മയും ഇല്ലാതെ ആദം നബിയെ സൃഷ്ടിച്ച അല്ലാഹ്, ഉമ്മയില്ലാതെ ഹവ്വാ റളിയല്ലാഹു തആല അൻഹയെ സൃഷ്ടിച്ച അല്ലാഹ്, വാപ്പയില്ലാതെ ഈസാ നബിയെ സൃഷ്ടിച്ച അല്ലാഹ്, മാതാപിതാക്കളെ തന്നിട്ട് എന്നെ സൃഷ്ടിച്ച അല്ലാഹ്, പടച്ചവനെ എനിക്കൊരു സന്താനത്തെ തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഖുർആൻ പറയുകയാണ്, ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങളിൽ ഒരാളെയും അല്ലാഹുവിന് വെറുപ്പില്ല, നിങ്ങളിൽ ഒരാളെയും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവരില്ല. ആര് ദുആ ചെയ്താലും സ്വീകരിക്കുമടോ, ആര് ദുആ ചെയ്താലും സ്വീകരിക്കുമടോ. എത്ര വലിയ പാപിയുടെ ദുആയും സ്വീകരിക്കുമടോ. ഒരാള് പടച്ച റബ്ബിന്റെ മുമ്പിൽ രണ്ട് കൈയും നീട്ടിയാൽ നിനക്ക് മൂന്നാലൊന്ന് കിട്ടും സഹോദരാ. അല്ലാഹ് ഒരിക്കലും നിന്നെ വെറും കൈയോടെ മടക്കാറില്ല. നീ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഒന്നുകിൽ നീ ചോദിച്ചത് അല്ലാഹു നിനക്ക് തരും സഹോദരാ. ദുആ ചെയ്യുന്നവർ അറിയണേ, ദുആ ചെയ്യുന്നവർ അറിയണേ, ഒരിക്കലും അല്ലാഹ് നിന്നെ വെറുതെ മടക്കൂല. ആര് റബ്ബിനോട് കൈയുയർത്തി ദുആ ചെയ്താലും ഒന്നുകിൽ നീ ചോദിച്ചത് അല്ലാഹ് നിനക്ക് തരും, നീ ചോദിച്ചത് അല്ലാഹ് നിനക്ക് തരും. ഇല്ലെങ്കിൽ നബി തങ്ങൾ പറയുകയാ, നീ ചോദിച്ചത് അല്ലാഹു തരൂല, അത് പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.